കാതറീന മരിയ സുദ്രിയോ എന്ന ബാലികയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്തുവുമായി ജീവിതത്തിൽ അറുത്തുമാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം സ്ഥാപിച്ച ഈ മകൾ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ആ വിശ്വാസം ഏറ്റുപറഞ്ഞവളായിരുന്നു. ഇറ്റലിയിലെ ബെനവെൻറ്റോയിൽ ഫ്രാങ്കസ്കോ സുദ്രിയോയുടെയും മരിയ റൊസാരിയോയുടെയും 10ാമത്തെ മകളായി 2006 ജൂലൈ 1 കാതറീന ജനിച്ചത്. കുഞ്ഞുങ്ങൾ മുതിർന്നവരെ മാതൃകയാക്കി വളരണമെന്ന് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ടാകും. കാറ്ററീനയുടെ കാര്യത്തിൽ മുതിർന്നവർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു കുട്ടികളോടെല്ലാവരോടും അവൾ വളരെ സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിരുന്നുള്ളൂ. കുഞ്ഞുനാളിൽ തന്നെ ദിവ്യകാരുണ്യ ഈശോയിൽ വിശ്വസിച്ച് വളർന്ന കാറ്ററീന കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലുമ്പോൾ ഒരു രഹസ്യമെങ്കിലും സ്വന്തമായി ലീഡ് ചെയ്തിരുന്നു. 5ാം വയസ്സിൽ തന്നെ അവൾ ഈശോയെ സ്വീകരിക്കാനുള്ള മനസ്സുമായാണ് നിലകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ 6ാം വയസ്സിൽ അവൾക്കൊരു തലവേദന വന്നു. കൂടുതൽ പരിശോധനകൾക്കൊടുവിൽ കാറ്ററീനയുടെ ശിരസിൽ ഒരു മുഴ വളരുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയപ്പോഴേക്കും അവൾ കോമയിലായി. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവളുടെ നില മെച്ചപ്പെട്ടു. രോഗം മുടിമുറിച്ച് മാറ്റിയ രൂപത്തിലേക്ക് കാറ്ററീനയെ മാറ്റിയെങ്കിലും അവളുടെ മുഖത്തെ പുഞ്ചിരിയെ രോഗത്തിന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ രോഗാവസ്ഥയിലും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുകയും അതേറ്റുപറയുകയും ചെയ്യുന്ന ഈ 6 വയസ്സുകാരിയുടെ വിശ്വാസ തീക്ഷ്ണത നമുക്ക് മാതൃക തന്നെയാണ്. ആശുപത്രിയിലായ അവസ്ഥയിലും അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചെടുത്തു. ശാരീരിക അസ്വസ്ഥയില്ലാത്ത അവസരങ്ങളിൽ കാറ്ററീന ഡോക്ടർമാർ തന്നെപ്പോലെ രോഗികളായ കുഞ്ഞുങ്ങളെ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ അവളും അവരോടൊപ്പം പോകുമായിരുന്നു. അങ്ങനെ 2013 ജൂൺ അവസാനത്തോടെ മുമ്പത്തതിനേക്കാൾ നില മെച്ചപ്പെട്ടതോടെ അവൾ ആശുപത്രി വിട്ടു. പക്ഷേ ഓഗസ്റ്റോടെ രോഗം വീണ്ടും സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. കുറച്ചു ദിനം ഡോക്ടർമാരുടെ ചികിത്സ ലഭിക്കുമ്പോൾ നില ചെറുതായി മെച്ചപ്പെടും. എന്നാൽ വീട്ടിൽ മടങ്ങിയെത്തി കുറച്ചു ദിനം കഴിയുമ്പോഴേക്കും പഴയ അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഇരിക്കെയായിരുന്നു അവൾ ഫ്രാൻസിസ് പാപ്പായെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. 2014 ജനുവരി 23 അത് സാധ്യമായി. റോമിൽ വെച്ച് പാപ്പായെ ദർശിക്കുവാനുള്ള അവസരം കാറ്ററീനയ്ക്ക് ലഭിച്ചു. എങ്ങനെ കർത്താവിൻ്റെ പടയാളിയാകണമെന്ന അവളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ഇടവക വൈദികൻ അവൾക്ക് സ്ഥൈര്യലേപനം നൽകുകയായിരുന്നു. അവളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു. ആരോഗ്യസ്ഥിതികൾ വളരെ മോശമായി. വൈദികൻ അവൾക്ക് രോഗീലേപനം നൽകി. 2014 ജൂലൈ 26 അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. രോഗത്തിൻ്റെ വേദനകളെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിലൂടെ തോൽപ്പിച്ച വെറും 8 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ച കാറ്ററീനയുടെ വിശ്വാസ ജീവിതത്തെ നമുക്കും മാതൃകയാക്കാം.